ജയശ്രീന്നാണ്. നമ്മുടെ പുതിയ ചാനലാണ്. ന്യൂ ബിഗിനിങ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ആ ഒരു പേര് സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്. നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അത് നമ്മൾ ബേബിയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബേബി നമ്മളത്തേക്ക് വരും. അടുത്ത മാസമാണ് നമുക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ പാക്കേജിലേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിങ്ങനെ ബേബിക്ക് വേണ്ടിയിട്ടൊരു ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ക്ലോത്താണ് ബേബി. ഇതൊരു 30-35 റുപ്പീസിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. പ്യുവർ കോട്ടനാണ്. നമ്മൾ ലേബർ റൂമിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊപ്പം നമുക്കൊരു വെൽക്കം ചെയ്യാനായിട്ട് നമ്മളൊരു ഇത് വാങ്ങിക്കുമല്ലോ, തുണി. അതുകൂടി നമുക്ക് വാങ്ങിക്കാനുണ്ട്. വെൽക്കം ഷീറ്റും കൂടെ വാങ്ങിക്കാനുണ്ട്. നമുക്ക് വൈറ്റ് അവൈലബിൾ അല്ലായിരുന്നു. ഇത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ വരുന്നത് കുറച്ച് ടവൽസാണ് ബേബീസിനായിട്ടുള്ള. ഇതേപോലെ വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ക്യൂട്ടായിട്ടുള്ള ചെറിയ ടവൽസിൻ്റെ ഫേസ്. നമുക്ക് ഫേസൊക്കെ ബേബീസിൻ്റെ തുടച്ചു കൊടുക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ വാങ്ങി കഴുകി തെറ്റുകളൊക്കെ മുക്കി വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാം. പിന്നെ നമുക്ക് അതേപോലെ തന്നെ കുറച്ച് ക്ലോത്ത്സാണ് വരുന്നത്. ഇതൊരു 5-8 പീസോളം വരുന്നുണ്ട്. ആ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത്. ഒരു 30-35 റുപ്പീസിൻ്റെ അടുത്ത് വരുന്ന ക്ലോത്ത്സാണ്. ഇത് വൈറ്റും ഉണ്ട്, കളേഴ്സും വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു പാക്കേജിലാക്കിയാണ് വെച്ചേക്കുന്നത്. കാരണം നമ്മൾ കയറി കഴിഞ്ഞാലും പുറത്ത് നിൽക്കുന്ന ഒരു ബൈസ്റ്റാൻഡറിന് എടുത്ത് കൊടുക്കാൻ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. പിന്നെ വരുന്നത് ഇതേപോലെ മെറ്റൽസ് ആൻഡ് ബ്യൂട്ടീസാണ്. അതിൽ നമുക്ക് സോക്സും സെപ്പറേറ്റ് 2 സോക്സ് വെച്ചിട്ടുണ്ട്. അത് കാണാൻ കുറച്ച് ക്യൂട്ടായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ? അത് നമുക്ക് നിസ്സാര പ്രൈസിന് കിട്ടിയതാണിത്. ഇത് 50-ഓ 20-ഓ ആ ഒരു റേഞ്ചാണ് വരുന്നത്. പിന്നെ കുറച്ച് ബ്യൂട്ടീസും നെക്ലസും ബ്യൂട്ടീസും ഇത്രയാണ് വരുന്നത് ഈ സെറ്റിൽ. പിന്നെ നമ്മുടെ ബേബീസിന് വേണ്ട വൈറ്റ് ക്ലോത്തൊക്കെ നമ്മൾ കണ്ടിച്ച് ഓരോരോ കവേഴ്സിലാക്കി സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. ഇതും അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കുറച്ച് അധികം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇത് ആവശ്യമാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടർക്കീസാണ്. ഒരു റോസ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടർക്കിയുണ്ട്. പിന്നെ ഒരു പച്ച ഒരു ചെടിയിലേക്ക് ഒരു അങ്ങനെ ഒരു 2 ഉണ്ട്. 2 മതിയാവും ഹോസ്പിറ്റലിലേക്ക്. അത് മതിയാവും. പിന്നെ ഡ്രൈ ഷീറ്റാണ്. 2 വെച്ചിട്ടുണ്ട് ഡ്രൈ ഷീറ്റ്. പിന്നെ നമുക്ക് വരുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ബേബിയുടെ ഒരു ജെൻസ്യൂട്ടാണ് വരുന്നത്. ഇതൊരു വൈറ്റ് കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ വൈറ്റാണ്. ജെൻസ്യൂട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മെറ്റൽസും ബ്യൂട്ടീസും വരുന്നുണ്ട്. അതിൻ്റെ പിന്നെ ഒരു ക്യാപ്പുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ചത് എറണാകുളത്ത് ഒരു ഷോപ്പിംഗ് വാങ്ങിച്ചതായിരുന്നു. അതും വലിയ റേഞ്ചൊന്നുമില്ല. ഒരു 300 താഴെ ഇത് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മുടെ ബേബി വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ അത്രയും സാധനങ്ങളാണ് ഈ ഒരു ബാഗിൽ വെച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നതായിട്ട് ഒരു ഇങ്ങനൊരു ടിന്നാണ് വരുന്നത്. ഹിമാലയയുടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ ബേബീൻ്റെ പൗഡേഴ്സ്, ലോഷൻ, സോപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഒരു ഡ്രൈ ഷീറ്റും കൂടെ ഉണ്ട്. അതായത് കുട്ടീനെ കുളിപ്പിക്കാനോ ഇനി യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷീറ്റും കൂടെ ഇതിൻ്റെ ഒപ്പം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പ്രാവശ്യം വരുമോ നമുക്ക് അറിയില്ല. നമ്മൾ അതുകൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു ബാസ്ക്കറ്റിൽ വെച്ചിരിക്കാം. അതാവുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത ബേബിയുടെ ക്ലോത്തൊക്കെ ഇതിലേക്ക് വെക്കാം.
പിന്നെ ഇതൊരു ബേബിക്ക് ആവശ്യമുള്ളൊരു നെയിൽസ് കട്ടറിൻ്റെ സെറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പിന്നെ ടിഷ്യൂസ് അതും ഹിമാലയയുടെ തന്നെ വാങ്ങിച്ചിരിക്കുന്നത്. ഇത്രയാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ബാഗിലേക്ക് ബേബിക്ക് വേണ്ടി വാങ്ങിച്ചേക്കുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് വേണമെന്നാണെങ്കിൽ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. നമുക്ക് ഇതിലേക്ക് പാമ്പറും കൂടെ വാങ്ങിക്കേണ്ടി വരും. പാമ്പർ നമ്മൾ വെച്ചിട്ടില്ല. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആവശ്യാനുസരണം നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ്. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് വീട്ടിൽ വന്ന ശേഷമാണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. നമ്മളെല്ലാം കൂടെ കൊണ്ടുപോകുന്നില്ല ഹോസ്പിറ്റലിലേക്ക്. പിന്നെ നമുക്ക് വരുന്നത് ഇത് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡുമാണ് കൂടെ നിൽക്കുന്നത്. അപ്പം അമ്മക്കും ഹസ്ബൻഡും എനിക്കുള്ള സാധനങ്ങളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു മുണ്ട് ചോദിച്ചിട്ടുണ്ട് അവർ. ലേബർ റൂമിലേക്ക് ഒരു മുണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അവർ ഫുൾ മുണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മുണ്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ നമ്മളോട് 2 ചെപ്പൽസ് ചോദിച്ചിട്ടുണ്ട്. ചെപ്പൽസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അമ്മക്കും ഒരു പെയർ വെച്ചിട്ടുണ്ട്. പിന്നെ പാഡ് നമ്മൾ സാധാരണ ഞാനൊരു വിസ്പറിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ വിസ്പറിൻ്റെ തന്നെ ഒരു പാഡ് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് മതിയാകുമെന്ന് അറിയില്ല. പിന്നെ ഗ്ലാസ് വരുന്നത് ഇത് ഫീഡിങ് ട്രേയാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. 3 എണ്ണത്തിന് 3000 താഴെ വരുന്നതാണ്. 300 താഴെ വരുന്നതായിരിക്കും. അത് നമ്മളൊരു 3 എണ്ണം തട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് കുറച്ച് ഐറ്റംസ്. അതും കുറച്ച് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ബാഗ് ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതെനിക്ക് ലേബർ റൂമിലേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവർ വൈറ്റ് ക്ലോത്ത് ചോദിച്ചപ്പോൾ മുണ്ടായിട്ടാണോ നമുക്ക് പീസസ് ആണോ എന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്, മുണ്ടായിട്ടും വെച്ചിട്ടുണ്ട്. അതങ്ങനെ കുറച്ച് പീസസ്. പിന്നെ ഒരു നൈറ്റി, ഫുൾ ഓപ്പൺ നൈറ്റിയാണ്. ഫുൾ ഓപ്പൺ നൈറ്റി ഒന്ന് നമ്മൾ വെക്കുന്നുണ്ട്. ബട്ടനാണ്, ഫുൾ ബട്ടനാണ് വരുന്നത്. ഫുൾ കോട്ടനുമാണിത്. കോട്ടൻ്റെ നൈറ്റ് വെച്ചിട്ടുണ്ട്. ഒരു അണ്ടർസ്കേർട്ട് നമുക്കൊരു ടോപ്പ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു സെറ്റിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും കുളിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ടോപ്പ് 2 എണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ ഫീഡിങ് നൈറ്റീസാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. നമുക്ക് ഇടാനൊക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇത് കുറച്ച് ലൂസ് ടൈപ്പിലുള്ള 2 നൈറ്റീസാണ്. പിന്നെ ഇതേപോലെ വരുന്ന 3-4 ഫ്രോക്സ് മോഡലുള്ള ഇട്ടിരിക്കുന്നത്. ഇത് സിബാണ്, ഫ്രണ്ട് ഓപ്പൺ സിബാണ് വരുന്നത്. ഇങ്ങനെ വരും. എല്ലാം കളേഴ്സിൻ്റെ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഡിസൈൻ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇവിടെ ഒരു ഹൈഡിങ് ഓപ്ഷനൊക്കെ ഉണ്ട്. സിപ്പ് നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഇങ്ങനെ വരും. അങ്ങനെ ആ ഒരു 3-4 ഒരേപോലെയുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള ഒരെണ്ണം നമുക്ക് ഇടാനുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അമ്മയുടെ ഡ്രസ്സുകളാണ്. അമ്മയുടെ അണ്ടർസ്കേർട്ട്, നൈറ്റീസ്, ഒരു 3 പീസ് നമുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ന്യൂസ് പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പേഴ്സും കരുതിയിട്ടുണ്ട്. പിന്നെ ഇത് ബെഡ്ഷീറ്റാണ്. 3 പെയേഴ്സ് നമ്മൾ ബെഡ്ഷീറ്റും വെച്ചിട്ടുണ്ട്. അത്രയാണ് നമ്മൾ ഈ ഒരു ബാഗിൽ വെച്ചിരിക്കുന്നത്. ഈ ഒരു ബാഗ് നമ്മൾ വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് റേഞ്ച് വരുന്നത് ഒരു 299 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാഗ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാഗിലാണ്
മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഇങ്ങനൊരു കവറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ കവർ ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റേണ്ടതാണ്. നമ്മളിപ്പോൾ തൽക്കാലം ഇതിലേക്ക് ആക്കിയിരുന്നത്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ ഇടാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ഡ്രസ്സ് ഒരെണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സസാണ്. ഈ പേരോളം ഹസ്ബൻഡിന് നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് തന്നെയുള്ള 2 എണ്ണമാണ്, നൈറ്റീസ് തന്നെയാണ്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ 2-3 ഡ്രസ്സ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു സാരി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിലുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ വെക്കാൻ മിനി ബാഗാണ്. അതിൽ നമ്മൾ നമ്മുടെ ഫയൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ, നമ്മുടെ ഫയലിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ സാധനങ്ങളും, നമ്മുടെ പ്രീവിയസ് റെക്കോർഡ്സും എല്ലാം നമ്മൾ ഈ ഫയലിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മറക്കാതെ നമ്മൾ നമ്മുടെ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഞാൻ ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തൊരു മെറ്റേണിറ്റി പാഡാണ്. അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വെക്കുന്നുണ്ട്. അത്രയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ ബാഗിലുള്ളത്. ഇനി എന്തെങ്കിലും ഐറ്റംസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ ആഡ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരിക. ഇനി നമ്മൾ പേസ്റ്റ്, സോപ്പ്, പിന്നെ പാത്രം അങ്ങനെയുള്ളതൊന്നും നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. അത് നമ്മൾ പോണതിനോട് അടുക്കാറാവുമ്പോൾ ഒരു ടൈമൊക്കെ ഒഴിച്ച് നമ്മൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ അടുത്തൊരു മാസം തന്നെ നമ്മുടെ ഡേറ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസിയിൽ പോകേണ്ടി വന്നാൽ കൊണ്ടുപോകാമല്ലോ എന്ന് കരുതിയാണ് ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.